അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്താ പറയുക ജാതക പൊരുത്തം ഉണ്ടോ, എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു വ്യക്തി കുറേ പേർക്ക് കാണിക്കുന്നത് ഏറെക്കുറെ ഒരു സൗത്ത് ഭാഗത്ത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു സൗത്ത് ഒരു ഭാഗത്ത് നിന്നിട്ടുള്ളതായിരിക്കും. ഇവരുടെ അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ തറവാട്, തായ് വഴി എന്നൊക്കെ പറയുന്നത് ആ ഒരു ഭാഗത്തേക്കായിരിക്കും എന്നിവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഏറെക്കുറെ ഇവിടെ കാണിക്കുന്നത് ജാതക പൊരുത്തമില്ലായ്മ നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഇവിടെ ജാതക പൊരുത്തക്കേട് കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ആസ് എ ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിലേക്കുള്ളൊരു സങ്കല്പത്തിലാണ് നിങ്ങളുടെ മനസ്സ് നിൽക്കുന്നത്. ഓക്കെ, ഈ കല്യാണം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു താലി കെട്ടുക എന്നുള്ളൊരു പേരിലാണ് എല്ലാവരും വിവാഹമായിട്ട് അവിടെ എല്ലാവർക്കും അറിയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു താലി കെട്ടി നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. പക്ഷേ താലി കെട്ടൽ എല്ലാവരെയും ഒന്ന് അറിയിക്കുന്ന ഒരു ചടങ്ങാണ് അല്ലേ. രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ താലി ഒരു മാല കെട്ടിയെന്നും പറഞ്ഞിട്ട് അവിടെ ഭാര്യയായി എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവങ്ങളോട് പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അത്രമാത്രം ആസ് എ ഹസ്ബൻഡ് അല്ലെങ്കിൽ ആസ് എ വൈഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അത്രമാത്രം അടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയായിരിക്കണം ഈ ഒരു വ്യക്തി. ആൻഡ് ഏറെക്കുറെ നിങ്ങൾ തമ്മിൽ എല്ലാ അർത്ഥത്തിലും ഒന്നിച്ചവരും ആയിരിക്കണം. സോ അത് സെയിം നിങ്ങൾക്കൊരു വിവാഹ ജീവിതം എങ്ങനെയാണോ അവർ കണക്റ്റഡ് ആകുന്നത്, എനർജി കണക്റ്റഡ് ആകുന്നത്, അതുപോലെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇതിൽ ഏറെക്കുറെ പേരുടെയും കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് നല്ല പൊരുത്തക്കേടുകൾ കാണിക്കുന്നുണ്ട്. നമ്മളുടെ ഒരു ജാതകം എന്നുള്ള കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അവിടെ പൊരുത്തം നോക്കുന്നത് ശുദ്ധജാതകം, ചൊവ്വാദോഷം എന്നുള്ള കാര്യങ്ങളിൽ മെയിനായിട്ട് നോക്കും. ആൻഡ് മനുഷ്യഗണം, അസുരഗണം, ദേവഗണം, ഇതിൽ മനുഷ്യഗണവും ദേവഗണവും ആൻഡ് മനുഷ്യഗണവും അസുരഗണവും പിന്നെയും ചേർന്നു പോകും. അസുരഗണവും ദേവഗണവും ഒരിക്കലും ചേർന്നു പോകാത്ത ഒരു ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേറെക്കുറെ പേരുടെ എനർജി നിൽക്കുന്നത് ഒന്ന് അസുരഗണവും ദേവഗണത്തിലും നിൽക്കുന്ന എനർജീസ് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇതിലൊരാൾ അസുരൻ്റെ സ്വഭാവവും ഒരാൾ ദേവൻ്റെ സ്വഭാവവും കാണിക്കുന്ന വ്യക്തികളായിരിക്കും. അവർ പൂർണ്ണമായിട്ടും അവർ ആ ഒരു രീതിയിൽ എല്ലാവർക്കും കാണിക്കുക. പക്ഷേ ഏറെക്കുറെ അവർക്ക് തമ്മിൽ പൊരുത്തക്കേടുകൾ ഒരുപാടുണ്ടായിരിക്കും. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നന്നായിട്ട് പൊരുത്തക്കേടുകൾ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പറയുന്നത് എന്താണോ നിങ്ങളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനോ നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തയ്യാറാകാത്ത ഒരു അവസ്ഥയാണ് എന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, നന്നായിട്ട് ആ രീതിയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഗണം നന്നായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കുക അസുരഗണമാണോ ദേവഗണമാണോ നിങ്ങളുടേതെന്നുള്ളൊരു ചെക്ക് ചെയ്തേക്കാം. കാരണം അസുരഗണവും ദേവഗണമാണെങ്കിൽ നിങ്ങളൊക്കെ എത്ര വിചാരിച്ചിട്ടുണ്ടെങ്കിലും നന്നായിട്ട് പോകണം എന്നൊക്കെയുള്ള വിചാരങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ ഒട്ടും നിങ്ങൾ വൺസ് ഇൻ എ കോൺവെർസേഷനിലേക്ക് വരുന്ന ടൈമിലോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ അടിക്കടി ടോക്സിസിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന രീതി നിങ്ങൾ കുറേയൊക്കെ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ബട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ ഒട്ടും തന്നെ മനസ്സിലാക്കാൻ തയ്യാറാകുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, ഞാൻ പറയാം. ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൊരുത്തങ്ങൾ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണം, വശ്യം, താര, യോനി, മൈത്രി, ഗണം, ബഹൂത്, നാഡി ഇതെല്ലാമാണ് ശരിക്കും പറഞ്ഞാൽ ചെക്ക് ചെയ്യുന്നത്. അതിൽ ആ ഒരു പൊരുത്തം അത്രത്തോളം നമുക്ക് എല്ലാ പൊരുത്തം കൂടി ഒരുമിച്ച് കിട്ടണം എന്നുള്ള കാര്യമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് ഇവിടെ അസുരഗണവും ദേവഗണവുമാണോ എന്നതാണ് നോക്കുന്നത്. പിന്നത്തെ നോക്കുന്നതാണ് മധ്യമരഞ്ജി ദോഷം. ഇവിടെ എനിക്ക് മധ്യമരഞ്ജി ദോഷം നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ പാപ സാന്നിധ്യം അവിടെ വരുന്ന ഒരു എനർജി എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. മധ്യമരഞ്ജി ദോഷം എന്ന് പറയുന്നത് ഏറെക്കുറെ വ്യക്തികൾക്കും ഇവിടെ വൈദവ്യ യോഗം ഉള്ള വ്യക്തികളായിരിക്കും. അതായത് വൈദവ്യം വരിക അല്ലെങ്കിൽ ഓൾറെഡി ഡിവോഴ്സ് ആകുക
അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ, മാനസികമായിട്ടും ശാരീരികമായിട്ടും പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ നന്നായിട്ട് തന്നെ വരിക. പിന്നെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഏറെക്കുറെ ഒരു 2-3 വർഷത്തിൽ ഒരു തവണയോ 2 തവണയൊക്കെ ആയിട്ടും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം. ഒന്ന് ഡയറക്റ്റ് മീറ്റിംഗ്, കുറേ പേർക്ക് അത്തരത്തിലുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട്. മധ്യപരഞ്ചി ദോഷമുള്ളവർക്ക് എപ്പോഴും ഒരു ഫിസിക്കൽ ഒരു അറ്റാച്ച്മെൻറ്റോ മാനസികമായിട്ടുള്ള എപ്പോഴും അവർ പിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും, ശാരീരികമായിട്ടും മാനസികമായിട്ടും. ഏറെക്കുറെ ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഇവിടെ അവരുടെ ഒരു മധ്യപരഞ്ചി ദോഷമുള്ളവർക്ക് തന്നെ ആദ്യത്തെ കുറച്ച് നാൾ, ഇപ്പോൾ ശാസ്ത്രീയവശമായിട്ട് പറയുവാണെങ്കിൽ തന്നെ 4 വർഷം ഒക്കെ നല്ലതുപോലെ പോകും. അതിനുശേഷം ഭയങ്കരമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അതിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴുള്ളൊരു ഇതിലെ എനർജീസിൽ എനിക്ക് 4 വർഷം ഒന്നും കാണിക്കുന്നില്ല. വളരെ കുറച്ച് നാളുകളായിട്ട് തന്നെ കഴിഞ്ഞ് അതിന് ശേഷം ഭയങ്കരമായിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റ്സ്, ഫൈറ്റ് കാര്യങ്ങളും അതിലൊക്കെ ആയിട്ട് പോകുന്നു. അല്ലെങ്കിൽ എപ്പോഴും ഒരു സപ്രഷൻ രീതിയിലൊക്കെ പോകുന്ന കുറേ ആൾക്കാരുടെ എനർജീസിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് കുറേ എനർജീസ് എനിക്ക് കിട്ടുന്നത് നാളുകളുടെ പൊരുത്തക്കേടുകൾ. അതായത് ഞാൻ പറഞ്ഞു ആദ്യം ഗണത്തിൻ്റെ പൊരുത്തക്കേട് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് കുറച്ച് പേർക്കൊരു മധ്യപരഞ്ചി ദോഷം കാണിക്കുന്നുണ്ട്. അത് കുറച്ച് ദൂഷ്യമാണ്. അവർ തമ്മിൽ ഒരിക്കലും അടുക്കില്ല. എത്രയൊക്കെ വിചാരിച്ചാലും അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് കണക്റ്റഡായിട്ട് ഇരിക്കുമ്പോഴേക്കും വീണ്ടും അവർ മാനസികവും ശാരീരികവുമായിട്ട് പിരിയേണ്ട അവസ്ഥ, വൈധവ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ അവർക്ക് ഇരിക്കുന്ന ആളുമായിട്ട് എന്തെങ്കിലും ഒരു സെപ്പറേഷൻ, ഡിവോഴ്സ് കാര്യങ്ങളിലേക്കൊക്കെ കടന്നു പോകാനുള്ളൊരു ചാൻസൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അടുത്തത് എനിക്ക് നാളുകളുടെ പൊരുത്തക്കേടുകൾ നന്നായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് കുറച്ച് നാളുകളുണ്ട്, അവർ തമ്മിൽ ഒരിക്കലും കൂടിച്ചേരാനായിട്ട് പറ്റാത്ത നാളുകളാണ്. ലൈക്ക് മകേര്യം, പൂരാടം, ഉത്രട്ടാതി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഒരു 8-10 ഒരു നാളുകളുണ്ട്. ആ നാളുകൾ തമ്മിൽ എത്രയൊക്കെ വിചാരിച്ചാലും അവർ തമ്മിൽ കണക്റ്റഡായിട്ട് പോകൂല. അവർ എപ്പോഴും എന്താ പറയുക, ആ ഒരു നാളുകളുടെ തമ്മിൽ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ മരണതുല്യമായിരിക്കും അവർക്ക് എന്ന് പറയാം. അപ്പോൾ ഇതിൽ കുറേ പേർക്ക് ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോകാനുള്ള മെയിൻ കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു കാര്യത്തിലേക്ക് അടുക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എനിക്ക് ഈ 3 കാര്യങ്ങളായിട്ടാണ് കിട്ടുന്നത്. 1 ഗണച്ചേർച്ചയില്ലായ്മ, 2 മധ്യമരഞ്ജി ദോഷം, 3 ഈ പറയുന്ന നാളുകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ. ഈ 3 കാര്യങ്ങളും നന്നായിട്ട് ഇവിടെ സാന്നിധ്യത്തിൽ കാണുന്നുണ്ട്. ആ 3 കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണമാണ് നിങ്ങളെ തമ്മിൽ പൊരുത്തപ്പെടാതെ അകറ്റി നിർത്തുന്നത്. എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്നും ഹേർട്ടിങ്ങുകളായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആദ്യമൊക്കെ നല്ലതായിരിക്കും, പിന്നീടാണ് നമ്മളുടെ ആ ഒരു കണക്ഷൻ പൂർണ്ണമായിട്ടും കൂടിച്ചേർന്ന് ഇങ്ങനെ ടൈ ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും പ്രശ്നങ്ങൾ അവിടെ സ്റ്റാർട്ടാവുന്നുണ്ടായിരിക്കുക. സോ എപ്പോഴും അകന്നിരിക്കുന്ന അല്ലെങ്കിൽ അധികം അടുക്കാത്ത വ്യക്തികൾ തമ്മിൽ ഒട്ടും തന്നെ അവിടെ ഈ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ദോഷങ്ങളൊന്നും ഏൽക്കില്ല. പക്ഷേ നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾ കണക്ഷൻ വൺസ് അവിടെ ടൈഡായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യങ്ങൾ സ്റ്റാർട്ടാവാനായിട്ട് തുടങ്ങും. അതിനിപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ ഒരു ഭർത്താവായിട്ടും അല്ലെങ്കിൽ ഭാര്യയെ പോലെ ആയിരിക്കും നിങ്ങൾ അവരെ കാണുന്നുണ്ടായിരിക്കുക. അത്രയും അടുപ്പത്തിൽ, ഇവൻ നിങ്ങളുടെ വീട്ടുകാരെക്കാളും എന്താ പറയുക, ഒരുപാട് പേർക്ക് ഓൾറെഡി മാരീഡ് ചെയ്തിട്ടുള്ളവരെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഒരുപാട് പേർക്ക് ഓൾറെഡി ഒരു കമ്മിറ്റ്മെൻറ്റ് കഴിഞ്ഞ് അത് ഫ്ലോപ്പായിട്ട് പോയിട്ട്, അല്ലെങ്കിൽ അതൊന്നൊരു ചർച്ചയില്ലാതെ പോയിട്ടുള്ള അഗെയിൻ അത് കഴിഞ്ഞ് വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളുടെ എനർജിയും കാണിക്കുന്നുണ്ട്.